ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് കൂടി ആയിരിക്കാന് എൻ്റെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബീന ജയാൻറ്റിക്കും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആൻറ്റി ഇൻട്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്ന അതിനൊന്നും ഞാൻ യോഗ്യമല്ല. കർത്താവ് തരുന്നത് മാത്രം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആൻറ്റി പറഞ്ഞല്ലോ മമ്മി സുഖം ഇല്ലാതിരിക്കുകയാണ്. ഒരപേക്ഷയുണ്ട് കേട്ടോ. എല്ലാ സാധാരണയായി മീറ്റിങ്സിൽ വചനം വായിച്ചു തരുന്ന മമ്മിയാണ്. മമ്മിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവ് നൽകുന്ന വചനങ്ങൾ നിങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതായ ചില കാര്യങ്ങൾ ആരംഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ ദൈവാത്മാവ് തന്ന കാര്യങ്ങൾ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ സംസാരിക്കപ്പെട്ടതായി ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ദൈവമക്കളെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോവുക. ഹല്ലേലൂയ. നാം അക്കരയ്ക്ക്. ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണമേ. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, നാം അക്കരയ്ക്ക് പോകാം. നാം അക്കരയ്ക്ക് പോകാം. നിങ്ങൾ അക്കരയ്ക്ക് പോകാന്നല്ല, നാം അക്കരയ്ക്ക് പോകാം. അതിനർത്ഥം എന്താ? യേശു കൂടെ പോകുക. ചില സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് നിങ്ങൾ അക്കരയ്ക്ക് കയറി പൊക്കോളാൻ പറയും, അല്ലെ? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം അവരെ കർത്താവ് പറഞ്ഞയക്കുക. കർത്താവ് ഏകനായി പർവ്വതത്തിന് മുകളിൽ ശേഷിച്ചു. പിന്നെ വെള്ളത്തിന് നടന്നു വന്ന നമുക്ക് സന്ദർഭം നന്നായി അറിയാം. പക്ഷെ ഇവിടെ യേശു പറയാം, നാം അക്കരയ്ക്ക് പോകാം. അപ്പോൾ യേശുവായിരുന്ന അതേ അനുഭവത്തിൽ അവർ പടകുമായി പോകുക. വഴിയിൽ നമ്മൾ കാണുന്നുണ്ട്, കാറ്റിളകുന്നു, തിര ഇളകുന്നു, വെള്ളം പടകിലേക്ക് അടിച്ചു കയറുന്നു, മുങ്ങമറ. യേശു സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാര് പറയുക, ഗുരു നിനക്ക് വിചാരമില്ലേ? ഡോണ്ട് യു കെയർ, ഡോണ്ട് യു കെയർ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? പറഞ്ഞു തരാ. യേശു അല്ല, നാം അക്കരയ്ക്ക് പോയി. യേശു ഉള്ള പടക മുങ്ങുമോ ദൈവമക്കളെ? ഇതാണ് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചത്. യേശു ഉള്ള പടക മുങ്ങത്തില്ല കേട്ടോ. കർത്താവ് മൗനമായി ഇരിക്കുകയാണെന്ന് ചിന്തിച്ചിട്ട്, കർത്താവ് അനങ്ങുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കർത്താവിന് വിചാരമില്ല എന്ന് ചിന്തിക്കരുത്. കർത്താവ് ആരാണെന്ന് തെളിയിക്കാൻ പോവാ. ഹല്ലേലൂയ. കർത്താവ് മിണ്ടാതിരുന്നിട്ട് അവസാനം എഴുന്നേറ്റൊരു ശാസനയുണ്ട്. ഇതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. ദൈവമക്കൾ നേരിടുന്നതായ പ്രതികൂലങ്ങളെ ശാസിക്കുവാൻ വേണ്ടി കർത്താവ് എഴുന്നേൽക്കുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നു ദൈവമക്കളെ? ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ ബീനാൻജി, ഇത് ഇതുവരെയുമുള്ള ഉപവാസ പ്രാർത്ഥന പോലെ അല്ല കേട്ടോ. വർഷാവസാനത്തിൽ സാധാരണ എല്ലാ വർഷവും ഒരു ഉപവാസ പ്രാർത്ഥനകളൊക്കെ മിക്ക കൂട്ടായ്മകളും മിക്ക സഭകളും വെക്കാറുണ്ട്. പക്ഷേ ഇതിൽ ദൈവാത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന അഴിയും മുമ്പ് അസാധാരണമായി ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുകയാണെന്ന്. അസാധാരണമായ ചില കെട്ടുകൾ അഴിയാൻ പോവുകയാണെന്ന്. ദേശത്തെ ഇളക്കുന്നതായ ദൈവപ്രവൃത്തിയെ വെളിപ്പെടാൻ പോകുന്നത്. ഓ റഖല ജുഡാന ഹസ്തിരിലിബരെ, ഓ റിഖല ഹംദരെ. ഈ ആരാധന നടന്നുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുകയായിരുന്നു. യേശു കടന്നു പോകുന്ന വഴിയിൽ ചില അസാധാരണമായ വിടുതലുകളാണ് ഉണ്ടായത്. കർത്താവിന്റെ വസ്ത്രത്തിൽ തൊങ്ങൽ തൊട്ടവര് തന്നെ സൗഖ്യമായി. യേശു ഭർത്തിമായുടെ നിലവിളി കേട്ടിട്ട് യേശു അവിടെ നിന്നു. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് നിമ്മി റോസ് എന്ന ഡിവൈസിലെ സിസ്റ്ററെ, കർത്താവ് നിൽക്കുകയാ. കർത്താവ് പറയുന്നു, നിനക്ക് എന്ത് വേണം, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ചോദിച്ചോ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാ. കുറച്ചു വർഷങ്ങളായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് പക്ഷെ അടയാളങ്ങൾ കാണാതെ
പ്രാർത്ഥന സൈഡ് ലൈൻ ചെയ്ത് വെച്ച വിഷയങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫയലിലാക്കിയിട്ട് ഫയൽ എവിടെയോ വെച്ച് പൂട്ടിയതുപോലെയുള്ള ഒരു അനുഭവം. ആ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും അവസാനം കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, ഭവനത്തിന്റെ വിഷയം ദൈവം തൊടാൻ പോകുകയാണ്. ആരും തുറക്കാത്ത ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ. ആരും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു വാതില്, ആരും ഇതുവരെ തുറന്നിട്ടുമില്ല, ആർക്കും ഇനി അടയ്ക്കാൻ കഴിയത്തുമില്ല. അങ്ങനെയുള്ളൊരു വാതിലാ ദൈവം തുറക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ തുറക്കാൻ മാത്രമല്ല, കണ്ടോന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയല്ല കേട്ടോ. അനേകർ പലരും ഉപവസിച്ചിട്ട് ലഭിക്കാത്തതായി ഒരു പുതുവഴി കർത്താവ് പറയുന്നു, ഞാൻ ഒരുക്കുന്നു, പക്ഷേ ഞാൻ നിന്നെ അതിലൂടെ കൈപിടിച്ച് നടത്തും. എസ്തറിന് രാജകൊട്ടാരത്തിന്റെ വാതിൽക്കൽ പോലും, ഗേറ്റിൽ പോലും കടന്നു വരുവാൻ അനുവാദമില്ലാത്തതാ. എന്താ? അവൾ പ്രവാസിയ. എന്നാൽ പ്രവാസിയായവൾ രാജ്ഞിയാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത് പോലെ സിസ്റ്റർ, ദൈവാത്മാവ് പറയുന്നു, അവകാശമില്ല എന്നും പ്രാഗൽഭ്യമില്ല എന്നും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ദൈവം ക്വാളിഫിക്കേഷൻ നോക്കാതെ ഒരു പദവി ഒരുക്കാൻ പോവുകയാണെന്നാ. ഭവനത്തിന് ഈ ഒരു അനുഭവം കടന്നു വരുവാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കടന്നു വരുന്നു. വിടുതൽ ആരംഭിച്ചിരിക്കുക കേട്ടോ. ദൈവമക്കളെ, പൊതുവായി പറയുന്ന പരിശുദ്ധാത്മാ പൊതുവായി പറയുന്ന ഒരു ദൂതുണ്ട്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവ ഭക്തരോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനമേൽ എൻ്റെ സീൽ പതിച്ചുകൊണ്ടിരിക്കുകയാ. മീനാന്റി, കർത്താവ് സീൽ അടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റവും മുൻഗണനയുള്ള പേപ്പർ എടുത്ത് മുന്നോട്ട് അങ്ങ് നീട്ട. ഡിസംബർ 31 മുൻപ് ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും കേട്ടോ. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ശിഷ്യന്മാര് പോലെ യേശുവിന്റെ ചില അടയാളങ്ങൾ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവനാരാ? ഓ ബാലാജി, കർത്താവ് ആരാണെന്ന് നമ്മളെ ആക്ച്വലി കാണിക്കാൻ പോയി. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു അനുഭവമാണ് കേട്ടോ. കർത്താവ് നമ്മുടെ മണവാളനാ, ഇടയനാ, യഹോവ ഈരേ, യഹോവ റാഫ എല്ലാം നമ്മൾ പറയും. എന്നാലും ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതായ ഒരു ആത്മശക്തി നമ്മൾ അനുഭവിക്കാൻ പോവാ. കർത്താവ് നമ്മുടെ കൂടെ അടുത്ത് വരുന്ന കർത്താവ് പറയുക, പെന്തക്കോസ്ത് നാളിൽ ആ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അത് വലിയൊരു ആത്മപകർച്ചയായിരുന്നു. പക്ഷെ അതൊന്നും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതെന്താ പുതിയ കാര്യം? ഒരു പുതിയ കാര്യം പറയട്ടെ. അന്ന് അവിടെ കൂടി വന്ന ജനം പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞപ്പോ ദേശമിളകി. ദേശത്തുള്ളവർ ഓടിക്കൂടി. അവൻ അവിടെ കടന്നു വന്നവർ, അന്വേഷിച്ച് കടന്നു വന്നവർ, അവൻ സംസാരിക്കുന്ന ഭാഷ കേട്ടു. അസാധാരണമല്ലേ? ജീരാവാല വൈഡക പരിശുദ്ധാത്മ പറയുന്നു, ഈ കൂട്ടായ്മയിൽ, ഈ യോഗത്തിൽ ഇവിടെ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നാവിൽ ചില പുതുഭാഷകൾ തന്നുകൊണ്ട് ഒരാൾക്കല്ല പലർക്കും. നിങ്ങൾ ചോദിച്ചോ? ആർക്ക് വേണം? ചോദിച്ചോ? നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന വാക്കുകൾ മലയാളികൾക്കിടയിൽ പറഞ്ഞാൽ പോലും ഒരു വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, അന്യഭാഷയിലാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഹൃദയത്തിലിരിക്കുന്ന വാക്കുകൾ പിടിച്ചെടുത്ത് റെക്കോർഡ് ചെയ്ത് പറയുന്നത് പോലെയുള്ള ഒരു അസാധാരണമായ പ്രവൃത്തി നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണെന്ന് സംശയിക്കല്ല ദൈവമക്കളെ. മുൻവിധിയോടെ ഇരിക്കല്ലേ. കർത്താവ് ചെയ്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. കർത്താവ് ചോദിക്കുന്ന ഈ കൃപ ആർക്കാ വേണ്ടത്? പിടിച്ചെടുത്തോ, ഈ കൃപ പിടിച്ചെടുത്തോ. ആത്മാവ് തനിക്ക് ബോധിച്ചവട്ട ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അജയ് എന്ന ഡിവൈസിലെ ആങ്കിൾ കർത്താവ് പറയുക, പിടിച്ചെടുത്തോ ഈ കൃപ. കടയിലൊക്കെ പോകുമ്പോഴേ, മനുഷ്യരോടൊക്കെ ഇടപെടുമ്പോഴേ, അവിടെ ഉള്ളിലിരിക്കുന്നതായ അവസ്ഥ പിടിച്ചെടുത്തുകൊണ്ട്
അതിൽ തൊട്ടങ്ങ് സംസാരിക്കും. സുവിശേഷം വായിൽ വരും കേട്ടോ. യേശു ആരാണെന്ന് തെളിയിക്കാൻ പോകുക. യേശു ആരാണെന്ന് സുവിശേഷം പറയാൻ ചാൻസ് ഒന്നും വേണ്ട. സുവിശേഷം പറയാൻ ചാൻസ് ഒന്നും വേണ്ട. ദൈവമക്കളെ, അവസരത്തിനായി നോക്കിയിരിക്കുന്ന ദൈവമക്കളുണ്ട്. ഒരു വാക്ക് കർത്താവിന്റെ നാമത്തിൽ ഒന്ന് പറയാൻ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, അവസരം കർത്താവ് വിട്ടു തരാൻ പോവാ. ലിസി ജോൺ ആന്റി, ദൈവം ചിലരെ കൊണ്ടുവരാൻ പോവാ, അടുത്തോട്ട് കൊണ്ടുവരാൻ പോവാ. ഹൃദയത്തില് പിടിമുറുക്കമുള്ള ചില ഡിപ്രഷനിലേക്ക് പോകുന്ന ചില ജീവിതങ്ങളെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോവാ. കാര്യമൊന്നും വേണ്ട, ഒന്നും അവരോട് സുവിശേഷം യേശു ആരാണെന്ന് നേരിട്ട് പറയുന്നതിന് മുൻപ് അവരുടെ ഹൃദയത്തിന് അവസ്ഥകൾ വിവേചിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അത് വെളിപ്പെടുത്തി തരും കേട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വെളിപ്പെടുത്തി തരും. കർത്താവ് പറയുകയാ, എന്റെ വചനം ഞാൻ നിന്റെ നാവിൽ ഇട്ടു തരും, നീ ഭയപ്പെടേണ്ട. എന്താ പറയുന്നതെന്ന്, ഞാൻ നിന്റെ നാവിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആകാൻ പോകുകയാ കേട്ടോ. സ്പെഷ്യലായിട്ട് കൈവപ്പൊന്നും വേണ്ടെന്നേ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു കൈവപ്പാ ഇത്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, ചിലരുടെ മേൽ ദിവ്യമായ ഒരു കൈവെപ്പ് വരുന്നു, സ്വർഗത്തിൽ നിന്നൊരു കൈവെപ്പ് വരുന്നു കേട്ടോ. എലീശായ്ക്ക് സ്പെഷ്യൽ ഓർഡിനേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എലീശായ്ക്ക് കിട്ടിയത് ദൈവ നിയോഗത്താൽ. ഏലിയ ഒരു പുതപ്പ് അങ്ങിട്ടു പോയി, അത് മതിയായിരുന്നു. ഇന്നൊരു പുതപ്പ് ഇറങ്ങി വരുന്നു. ഇന്നൊരു പുതപ്പ് ഇറങ്ങി വരികയാ ദൈവമക്കളെ. അസാധാരണമായ രീതിയിലാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. ഞാൻ വചനത്തെ ടച്ച് പോലും ചെയ്തിട്ടില്ല. ദൂതുകൾ ഇങ്ങനെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എപ്പോഴും ഇനിയിപ്പോ 21 ദിവസം മുഴുവൻ വചനം കേൾക്കാൻ പോവാ കേട്ടോ. ഇന്ന് കർത്താവ് വിളമ്പി തരുന്ന ചിലപ്പോ സ്പെഷ്യൽ ആകട്ടോ. പുകഴ്ച പറയുകയല്ല, ഞാൻ ഇതിനൊന്നും തയ്യാറായിട്ടല്ല വന്നത്, ഇതിനൊന്നും ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല വന്നത്, കർത്താവിന്റെ വചനവുമായിട്ടാണ് ഇവിടെ വന്നത്. എന്നാൽ കർത്താവ് എന്റെ വാക്കുകളെ പിടിച്ചെടുത്തിരിക്കുക. ദൈവമക്കളെ വിശ്വസിച്ചോ, നിങ്ങളിലൂടെ ഇനി വിളമ്പാൻ പോവുകയാ കേട്ടോ. മീര ഉല്ലാസ് എന്ന ഡിവൈസ് സിസ്റ്ററെ ദൈവം ഒരു ഗോൾഡൻ ചാൻസ് തരികയാ, സുവർണ അവസരം ദൈവം തരികയാ കേട്ടോ. ഒരു പുതപ്പ് തരാൻ ദൈവം ആഗ്രഹിക്കുക. ശുശ്രൂഷയ്ക്ക് വിളിയില്ല എന്ന് പറയുന്നവരെയാ ദൈവം പിടിച്ചെടുക്കാൻ പോകുന്നേ. വിശ്വസിക്കാമോ? ബീനാന്റി ചിലരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, കർത്താവ് അവരെ ഒന്ന് തൊടനെ. പ്രാർത്ഥിക്കുന്നില്ലയോ? ദൈവം അവരെ തൊടാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥന തന്നെ ചില ഹൃദയങ്ങളെ ദൈവം ചലിപ്പിക്കും. എനിക്ക് ശുശ്രൂഷയ്ക്ക് വിളിയൊന്നുമില്ല, ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ അങ്ങനെ പോകത്തേ ഉള്ളൂ പറയുന്നവരാരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലേ, ദൈവം പറയുന്നു, ചീട്ട് വീണിരിക്കുക. ശൗലിന്റെ മേൽ ചീട്ട് വീണപ്പോഴുണ്ടല്ലോ, അവൻ ചെന്ന് ഒളിക്കല്ലേ. എന്നാലും ദൈവം പിടിച്ചെടുത്തോണ്ട് വരും, പുരുഷാരത്തിന്റെ മധ്യത്തിൽ പിടിച്ചെടുത്തോണ്ട് വരും. ഈ ഉപവാസ പ്രാർത്ഥന കഴിയും മുമ്പ് വീണച്ചീട്ട് ആരുടെ മേലാണെന്ന്, ഏതൊക്കെ കുടുംബങ്ങളുടെ മേലാന്ന്, ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവൻ ദൈവം വലിച്ചുകൊണ്ട് വരും കേട്ടോ. കർത്താവിന്റെ വാഗ്ദത്തമാ. നിങ്ങൾ ഏകരായിട്ടാണോ കുടുംബത്തിൽ നിന്ന് പുറത്ത് വന്നത്? കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്ന്, സപ്പോർട്ട് ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? കർത്താവ് പറയുക, നീ ഒന്ന് മുന്നോട്ട് വാ, ബാക്കി ഞാൻ ചെയ്തോളാം എന്നേ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോവുകയാ, വേഗത്തിൽ വചനം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 40 ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 40:1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഒരു വർഷത്തിൽ 10 പ്രാവശ്യമെങ്കിലും ഇതിൽ നിന്ന് മെസ്സേജ് കേട്ടിട്ടുള്ളവരാ അല്ലേ? സങ്കീർത്തന ശുശ്രൂഷ എത്രയോ പ്രാവശ്യം, വിശ്വാസ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കർത്താവ് എന്നോട് ഇടപെട്ട വിഷയം ഞാൻ പറയട്ടെ. ഇംഗ്ലീഷിൽ അതിന്റെ ഒരു പ്രത്യേകത, ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നു, ഐ വെയിറ്റഡ് പേഷ്യന്റ്ലി ഫോർ ദ ലോർഡ്. ഐ വെയിറ്റഡ് പേഷ്യന്റ്ലി ഫോർ ദ ലോർഡ്. അതെന്തുവാണ്? ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു.
ദീനാബാല ജുഡവനക ശാപ്തനാദിക. ക്ഷമയുണ്ടോ ദൈവമക്കളെ? ഫലം കാണാൻ പോകുകയാ. അയ്യോ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ ഹിതമല്ല എന്ന് തന്നെ താൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്ത അങ്ങ് മാറ്റി വെച്ചോണേ. കുറെ പ്രാർത്ഥിച്ചു, 6 മാസം 8 മാസം 1 വർഷമൊക്കെ പ്രാർത്ഥിച്ചു. അയ്യോ, ദൈവത്തിന്റെ ഹിതമല്ലായിരിക്കും, അതുകൊണ്ട് ആൻസർ ഒന്നും കിട്ടാത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥന അങ്ങ് മാറ്റി വെച്ച ദൈവമക്കളെ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവ് പറയുന്നു, ഇനി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. പ്രാർത്ഥനയുടെ മറുപടി ഇനിയാകട്ടോ. ദർശനത്തിന് ഒരു അവധി ഉണ്ട് കേട്ടോ. കർത്താവ് മൗനമായിരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവം ചലിക്കാതിരിക്കുന്നെന്ന് ചിന്തിക്കല. യേശു പടകിലിരുന്ന് ഉറങ്ങിയതുപോലെ ഉറങ്ങുവാണെന്ന് ചിന്തിക്കരുത്. ഉറങ്ങത്തില്ല. സൃഷ്ടാവ് ഉറങ്ങത്തില്ല. അത് പിന്നിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി എന്താണെന്ന് അറിയാം. ഇത് എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ പ്രതികൂലം എത്രത്തോളം പോകും, എന്റെ പൈതലിനെ ഇത് എത്രത്തോളം തടസ്സം ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. പരിശുദ്ധാത്മാവ് തരുന്നതായ ഒരു വെളിപ്പാട് പറയാം. ഒരു ഇമേജറിയാണ്. ഒരു സിംഹി കുഞ്ഞുങ്ങളുമായിട്ട് നടന്നു പോകുമ്പോൾ ദൂരെ നിന്ന് ഒരു അന്യസിംഹമോ ഒരു വന്യമൃഗമോ ഇങ്ങോട്ട് വരട്ടെ. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേന് ഈ സിംഹി ഒന്ന് പതുങ്ങി ഒന്ന് നിൽക്കും. അതിന്റെ ദൈവാത്മാവ് തരുന്നതാ കേട്ടോ. നടക്കുമ്പോ അതൊന്ന് നിൽക്കും, ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് നിൽക്കും. അത് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളും നിൽക്കും. പക്ഷെ ആ ആ അന്യമൃഗം ഒരു ചുവടങ്ങോട്ട് വെക്കട്ടെ, മുന്നോട്ട് വരുമെന്ന് കാണുമ്പോൾ ആദ്യം ചാടി വരുന്നത് സിംഹിയാ. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു ദൃഷ്ടാന്തമാ നമ്മൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇതുവരെയും കർത്താവ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ അനങ്ങുന്നുണ്ടോ? പിശാച് അനങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? നോക്കട്ടെ. കർത്താവ് മൗനമെന്ന് പറഞ്ഞ് നമ്മൾ നിന്നുപോയി അല്ലെ? സാരമല്ല. ഒരു ചുവട് അവൻ മുൻപോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന്റെ മേൽ ചാടി വീഴാൻ പോകുകയാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുക. ഈ വചനത്താൽ പിശാചിനെ കൊളുത്തിട്ട് പിടിക്കാൻ പോവാ. സംശയിക്കല്ലേ. എന്റെ വിഷയത്തിൽ വിടുതലില്ല. ബാക്കി എല്ലാ വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ബാക്കി എല്ലാ വിഷയത്തിലും വിടുതലില്ല. എന്റെ വിഷയത്തിൽ വിടുതലില്ല. കർത്താവിനോട് രാത്രിയിൽ പോലും പരാതി പറഞ്ഞിട്ട് കിടക്കുന്ന ദൈവമക്കളെ, കർത്താവ് പറയുക, ഞാൻ നിന്റെ വിഷയത്തിൽ ഇനി ഇടപെടാൻ പോകുന്നത്. ഞാൻ നിന്റെ അനുഭവം ഞാൻ എന്റെ കയ്യിലെടുത്തിരിക്കുക. സിനിമോൾ എന്ന ഡിവൈസ്ലെസ് സിസ്റ്റർ, സിനിമോൾ. പലരും പ്രാർത്ഥനയിൽ പല മുട്ടകളൊക്കെ വിരിഞ്ഞു, പലരും പറക്കുമുറ്റായി പറന്നുപോയി. പക്ഷേ എന്റെ കൂട് കാലിയാ. ദൈവത്തോട് പറഞ്ഞില്ലേ, എന്റെ കൂട് കാലിയാ കർത്താവ്. എന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എവിടെ? ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടായി. അവര് സ്വസ്ഥമായിട്ട് വസിക്കുന്നു. ചിലർ വിദേശത്ത് വരെ പോയി അല്ലേ? കർത്താവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കാൻ പോകുകയാ. യെസ്, പലിശ സഹിതമാ സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരുന്നത്. പലിശ സഹിതം. ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട. ആരും എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട. കർത്താവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോകുകയാ. ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാ. എന്റെ ശബ്ദം എന്റെ ജനം മാത്രമല്ല ജാതികളും കേൾക്കുമെന്ന് കോരേശിനോട് ഇടപെട്ട ദൈവമാ പറയുന്നത്. ഒരു അന്യജാതിയൻ ഹല്ലേലൂയ തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി കോരേശിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ എന്റെ ഇടയനാണോ? ദൈവത്തെ അറിയുന്നവനാണോ? യേശുവിനെ ദൈവത്തെ അറിയുന്നവനാണോ? ദൈവജനത്തെ അറിയുന്നവൻ, അവരാരാണെന്ന് അറിയുന്നവനാണോ? എന്നാൽ ഒരു അന്യജാതിയനെ കയ്യിലെടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ദൈവത്തിന് പ്രവൃത്തി ദൈവമക്കൾ കാണാൻ പോവുകയാ. സിനിമോൾ എന്ന ഡിവൈസിലെ അസിസ്റ്റന്റോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇനി ദൈവ പ്രവൃത്തി കാണാൻ പോകുന്നേ ഉള്ളൂ. വചനത്തിലേക്കൊന്ന് മടങ്ങി വരാൻ നമ്മൾ വായിച്ച ആ കുറിവാക്യത്തില് ആ കർത്താവ് എന്താ ചെയ്തു? അവൻ എങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു.
ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരപ്പൻ ഒരു 3 അല്ലെങ്കിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, അപ്പൻ്റെ മുട്ടുവരെ പോലും എത്താത്തൊരു കുഞ്ഞ്, അവനോ ആ കുഞ്ഞ് അപ്പനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാല് പുരുഷാരത്തിന്റെ ഇടയിലായാലും അപ്പൻ എന്താ ചെയ്യുന്ന? കുഞ്ഞ് പറയുന്ന കേൾക്കാനായിട്ട് കുനിഞ്ഞു വരത്തില്ലേ? രേഖാലറബനകസ്തൂനധിക കുനിഞ്ഞ് കർത്താവുണ്ടല്ലോ നമ്മളിലേക്ക് ചാഞ്ഞു വരിക. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ ചെവി നിന്റെ പ്രാർത്ഥനയ്ക്ക് ചാഞ്ഞിരിക്കുക. നീ പറയുന്നതിന്റെ ചെവിയിലേക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ചാഞ്ഞു വരികയാ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുക, കർത്താവ് ചാഞ്ഞ ഹസ്തൂന ഒരു മകൻ അല്ലെങ്കിൽ മകള് പറയുന്ന കാര്യം കേൾക്കാൻ അപ്പൻ ചെവി അങ്ങോട്ട് വായോട് അടുപ്പിക്കുന്നത് പോലെ സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ദൈവം നമ്മളിലേക്ക് ചാഞ്ഞു വരികയാ. ദൈവം മക്കളെ, ആ ചെവിയിലേക്ക് എന്നാ പറയട്ടെ അങ്ങ് പറഞ്ഞോ. ഗ്രേസി അബ്രഹാമിന് ഡിവൈസിലെ ആന്റിയോടും മംഗളിനോടും പരിശുദ്ധാത്മാവ് പറയുകയാ, പരസ്യമായി പറയാത്ത പല പ്രാർത്ഥനാ വിഷയങ്ങള് ദൈവാത്മാവ് ശക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഗ്രേസി അബ്രഹാം അടൂർ എന്ന ഡിവൈസിലെ നിങ്ങൾ രണ്ടുപേരോടും പരിശുദ്ധാത്മ പറയുക, കുടുംബമായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ആരും കേൾക്കാതില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും ഇത് ആരും അങ്ങനെ മുൻഗണന കൊടുത്ത് പ്രാർത്ഥിക്കുന്നതുമില്ല. ഞങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്താൽ തന്നെ ഒരു ഭാരമായി തീരുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളിലേക്ക് ചാഞ്ഞു വരികയാ. ഇന്ന് ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാ. പരസ്യമായി പറയാൻ മടിയാണോ? കർത്താവിന്റെ ചെവിയിലേക്ക് പറ. വിശ്വസിക്കുകയോ മക്കളെ, ചെവിയിലേക്കൊന്ന് പറ. നമ്മൾ പറയാത്ത കാര്യം പോലും കർത്താവ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ഉള്ളിലിരിക്കുന്ന വിഷയം പോലും കർത്താവ് പുറത്തെടുത്തു കൊണ്ടുവരും. കർത്താവിന്റെ ചെവിയിലേക്കൊന്ന് പറഞ്ഞേ. കർത്താവിന് അത് ഇഷ്ടമാ. കർത്താവിന് ഇത് ഇഷ്ടമാണ്. കർത്താവ് പറയാ, ഞാൻ അതിന്റെ ഉത്തരം തരും പരസ്യമായി. ആ കുടുംബത്തോട് കർത്താവ് പറയുക, ഞാൻ പരസ്യമായി ഉത്തരം തരും കേട്ടോ. നിങ്ങൾ ഇതിനു വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്ന ജനം അറിയും. അടയാളം വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? ഒരാള് ഒരു വ്യക്തിയുടെ വിഷയം നമ്മൾ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി നമ്മൾക്ക് വേണ്ടി ഉത്തരം തരുമെന്ന ആ പ്രതീക്ഷയോടെ ആ വിശ്വാസത്തോടെ അല്ലേ? കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് വേണം കാത്തിരിക്കാൻ. വിശ്വസിച്ച് കാത്തിരിക്കണം. ഉത്തരം തരുവോളം വിശ്വസിച്ച് കാത്തിരിക്കുക. ഒരു വാക്യം വായിക്കാം. എങ്ങനെ കാത്തിരിക്കണം? സങ്കീർത്തനം 123 അധ്യായത്തിന്റെ 2 വാക്യം. സങ്കീർത്തനം 123:2. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കയ്യിലേക്കൊന്ന് നോക്കിയിരുന്നു, ഇനി പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നോട്ടം മാറ്റുകയല്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി കർത്താവിനെ മാത്രം നോക്കിക്കോ. ദൈവമക്കളെ, കർത്താവ് ശക്തമായി ഇടപെടുക. വേറെ എങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. എങ്കിലേക്ക് നോക്ക്, എങ്കിലേക്ക് നോക്ക്. അൾട്ടിമേറ്റ് ആൻസർ, അവസാനം എങ്കിൽ നിന്ന് ഉത്തരം വരത്തുള്ളൂ. എങ്കിലേക്ക് നോക്ക്. ജസ്സി അടൂർ അവിടെ രഹസ്യ ആന്റിയെ ദൈവം പറയുകയാ, നീ എങ്കിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്റെ ദാസി. മനുഷ്യനാരും നിനക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ഹന്നയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവം മാത്രമേ കേട്ടുള്ളൂ. ഉത്തരം പരസ്യമാ, ഉത്തരം പരസ്യമാ. എന്നിട്ട് അന്യ തന്നെ പറയാ, ഇതിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രാർത്ഥന മുറിയിൽ ദൈവത്തോട് ഒരു കൊച്ചു കുഞ്ഞ് അപ്പനോട് പരിഭവം പറഞ്ഞു, പരാതിയല്ല പരിഭവം പറഞ്ഞ് ഒരു ചിടുങ്ങിക്കൊണ്ട് ഒരു കുഞ്ഞ് പിതാവിനോട് പറയുന്നത് പോലെ കർത്താവിന് അത് ഒത്തിരി ഇഷ്ടമാട്ടോ. പരാതിയല്ല കർത്താവ് അത് പരാതിയായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇത് പരസ്യമായി ദൈവാത്മാവ് ഉറപ്പ് നൽകുകയാണ്. പരസ്യമായി ദൈവം പറയുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് പറയുന്നു പരസ്യമായി തന്നെ ഉത്തരം വരാൻ പോകുകയാ കേട്ടോ. ഇതിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചെന്ന് സാക്ഷ്യം വെളിപ്പെടും. ദൈവമക്കളെ, ഈ 21 ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസമേ ആയുള്ളൂ. ഈ 21 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്ക് പരസ്യമായ സാക്ഷ്യം വെളിപ്പെടാൻ പോകുകയാ. പരസ്യമായ സാക്ഷ്യം. ചിലരെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ട് വരുവാനുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ചിലർ യഥാസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ വൈഡാരകന ഹസ്തീരിലിയ യെസ്, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. ബെനഡിക്ട് മാത്യു എന്ന ഡിവൈസിലെ അങ്കിൾ ദൈവാത്മാവ് പറയുകയാ, ചിലരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്നു, ചൂണ്ടയിടുന്ന പോലെ ചിലരുടെ മേൽ ചൂണ്ടയിടുക. കർത്താവ് ചൂണ്ടയിട്ടിരിക്കുക കേട്ടോ. ചിലരുടെ മേൽ ദൈവം ചൂണ്ടയിട്ടിരിക്കുക. റിച്ചാനെ താമസിക്കാതെ ഒരു പിടിച്ച് വലിക്കുന്ന ഒരവസ്ഥ കണ്ണിനാൽ കാണാൻ പോവാ. കണ്ണിനാൽ ദൈവം പറയുന്നു, ഞാൻ ചിലരുടെ മേൽ ചൂണ്ടയിട്ടിരിക്കുക. ഒരു കുടുംബത്തിന്റെ മേൽ ഞാൻ ചൂണ്ടയിട്ടിരിക്കുക കേട്ടോ. ഒരു വ്യക്തി കിടന്ന് പൊളയുന്നയാട്ടോ പരിശുദ്ധാത്മ പറയുന്നത്. ചൂണ്ടയിട്ടിരിക്കുക. ഞാൻ ഒരു വലിക്കാൻ പോവുക. നശിപ്പിച്ച് കളയത്തില്ല, പേടിക്കണ്ട, നശിപ്പിക്കാനല്ല. കൊളുത്ത് വീണ വേദനയാ, നല്ല വേദനയാ. പക്ഷേ ഉണ്ടല്ലോ, യഥാസ്ഥാനത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി എൻ്റെ കൈ തൊടാൻ പോവാ കേട്ടോ. കർത്താവ് പറയുക, ഞാൻ തൊട്ട് വിടുവിക്കുന്ന ദൈവമാ. അഴുക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ, അഴുക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിതത്തെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ ശുദ്ധജലത്തിലേക്ക് ട്രാൻസ്ഫർ അടിക്കുന്ന സമയം കടന്നു വരുന്നു. പ്രാർത്ഥിച്ചു കാണാം. അധികം ദൂരമല്ല കേട്ടോ. ഈ വർഷം അവസാനിക്കും മുമ്പ് ചില അടയാളങ്ങളൊക്കെ കിട്ടാൻ പോവാ. ഈ ഒരൊറ്റ മാസത്തിനുള്ളിൽ ദൈവിക ചലനം എന്താന്ന് വെളിപ്പെടാൻ പോവാ കേട്ടോ. ഇത് കർത്താവിന്റെ അരുളപ്പാടാ. ജാല റഖാനി അന്തരെ ജൂഡമാന ഹഷാറഗന ഹസ്തീരിലിയ. അവൻ നമ്മളോട് കൃപ ചെയ്യുവോളം കാത്തിരിക്കുക ദൈവമക്കളെ. അതിന് ഡെഡ് ലൈൻ ഇല്ല, സമയപരിധിയില്ല, എപ്പോഴാണെന്ന് നമ്മൾക്ക് അറിയത്തില്ല കേട്ടോ. കാത്തിരുന്നു കൊള്ളുക. ചിലരുടെ വിഷയം ദൈവാത്മാവ് പറയുന്നു, ഭവിഷ്യ പ്രാർത്ഥിക്കുവാൻ ശക്തി പോലും ഇല്ലാതെ പോകുന്ന അവസ്ഥ. കരഞ്ഞു പ്രാർത്ഥിക്കാൻ ശക്തി പോലും ഇല്ലാതെ, എത്രത്തോളം പ്രാർത്ഥിക്കും, എത്രത്തോളം ഞാൻ നിലവിളിക്കുമെന്ന് കർത്താവ് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നീ കേൾക്കുന്നില്ലേ കർത്താവേ, എന്നെ മറന്നു പോയോ? ശോഭ ബോവസ് സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ശോഭ ബോവസ്. കർത്താവ് പറയുക, എത്രത്തോളം എന്താ ഓരോ ദിവസം ചോദിച്ചു കൊണ്ടിരിക്കുക. ആത്മാവ് ചോദിച്ചുകൊണ്ടിരിക്കുക. വ്യക്തിപരമായി ഭൗതിക തലത്തിൽ അത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവാത്മാവ് പറയുന്ന ഹൃദയത്തിന്റെ നിലവിളിയാ. എത്രത്തോളം പാട്ട് പാടിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു കേട്ടോ. ദൈവം പാട്ട് പാടിക്കാൻ പോവാ, സ്തുതി പാടിക്കാൻ പോവാ കേട്ടോ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നു, ശക്തമായ ഒരു യുദ്ധം എൻ്റെ മകളെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. റെഗന ഹസ്തൂന, എൻ്റെ ദൂതനെ ഞാൻ അയച്ചിരിക്കുക. നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ചില ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, ചില വഴികളെ ഒരുക്കുവാനാ. ജീവല, നീ ചോദിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞത് ഇനി ആ വാക്ക് തിരുത്തിക്കൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ അവന് പാട്ടുപാടും കേട്ടോ. പാട്ടുപാടും. ഇനി പാട്ടേ പാടത്തുള്ളൂ, ഇനി സ്തുതിഗീതമേ പാടത്തുള്ളൂ. കണ്ണുനീര് ദൈവം തുരുത്തിയിലാക്കി വെച്ചിട്ടായി പറയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ഓരോ പാട്ടിങ് തരാൻ പോവാ. വിശ്വസിക്കുന്നോ?
വിശ്വസിച്ചേറ്റെടുത്താൽ വിടുതലാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹൃദയത്തിനുള്ളിലേക്ക് അതങ്ങ് വലിച്ചെടുക്കുക. കർത്താവ് പറയുന്നു, അടുത്ത് തന്നെയുണ്ട് മറുപടി. ആഗാറിന് വേണ്ടി തുറന്നതായ ഉറവയുണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെയാ. ദൂരെ ഒന്നും പോകണ്ട, 1 കിലോമീറ്റർ ഒന്നും പോകണ്ടെന്നേ, അടുത്ത് തന്നെയാ കേട്ടോ. ആ ലാസ്റ്റ് മിനിറ്റിൽ, അവസാന നിമിഷമാണ് അവളുടെ കണ്ണ് തുറന്നത്. അതുവരെയും കറിഞ്ഞ് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പരിശുദ്ധാത്മാവ് ചലനം തുടങ്ങിയിരിക്കുക. കർത്താവ് പറയുന്നു, സിസ്റ്റർ, ദൈവാത്മാവ് സിസ്റ്ററിന് വേണ്ടി ചലനം തുടങ്ങിയിരിക്കുക. വേഗത്തിൽ വചനത്തിലേക്ക് ദൈവമക്കളെ നമ്മൾ മടങ്ങി വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് നമ്മൾ കാണുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം അതിരാവിലെ മറിയ കടന്നുപോയി. മറിയ കടന്നുപോയി. യോഹന്നാനിൽ നമ്മൾ മറിയെ കാണുന്നുണ്ട്. വേറെ സുവിശേഷങ്ങൾ വേറെ സഹോദരിമാരെ കാണുന്നുണ്ട്. എന്തായാലും അവർ കടന്നുപോയപ്പോൾ വഴിയിൽ വെച്ച് അവർ ചോദിക്കുന്ന വിഷയമാണ്, നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നോ. എന്നാൽ അവർ ചെല്ലുമ്പോൾ, ഞാൻ ചുരുക്കത്തിൽ അത് പറഞ്ഞു പോകട്ടെ, കാതലായ വിഷയം ദൂതായി പറയുവാൻ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. അവർ അവിടെ ചെല്ലുമ്പോൾ കല്ലുരുട്ടി മാറ്റിയതായി അവർ കാണുന്നുണ്ട്. അറഗലഘടക, സന്തോഷത്തോടെ അവർ ശിഷ്യന്മാരോട് പോയി പറയുന്ന കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ മറിയ നമ്മൾ കാണുന്നു, മറിയ കടന്നു എന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ അതിൽ 2 പേര് ഓടാൻ തുടങ്ങി. 2 പേരോടി. പത്രോസും യോഹന്നാനും ഓടി. 2 പേരും മത്സരിച്ചോടുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്നത് യേശുവിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന ആ വസ്ത്രവും മുഖത്തെ കവർ ചെയ്തിരിക്കുന്ന ആ ശീലയും, അല്ലെ, ശീല എന്നല്ല പറയുന്നത്, ഹാൻഡ് കർച്ചീഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് സെപ്പറേറ്റ്. ഈ 2 കാര്യങ്ങൾ അടയാളമായി വെളിപ്പെടുന്നു. യേശു അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അടയാളം. അവരത് കണ്ടിട്ട് അതിൻ്റെ ആ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ 2 ശിഷ്യന്മാർ വീട്ടിലേക്ക് തിരിച്ചുപോയി. സംശയമുണ്ടോ? എടുത്തൊന്നും വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ 2 പേരെ വന്നുള്ളൂ. 11 പേരില് 2 പേരെ വന്നുള്ളൂ. അവരത് കണ്ടു, മടങ്ങിപ്പോയി. ഉയർപ്പിന്റെ വാർത്ത അവർ അറിഞ്ഞു, അടയാളം കണ്ടു, മടങ്ങിപ്പോയി. പക്ഷെ മറിയ എന്ത് ചെയ്തു? 11-ാമത്തെ വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. ആമേൻ. ഇവൾക്ക് എന്താ അവിടെ കാര്യം? ചിന്തിക്കുന്നയോ മക്കളെ, ഇവൾക്ക് എന്താ അവിടെ കാര്യം? യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്ന പ്രിയ ശിഷ്യൻ, അതില് പ്രിയ ശിഷ്യനുമാണ്, യേശു സ്നേഹിച്ച പ്രിയ ശിഷ്യൻ യോഹന്നാനും ഉണ്ടെന്നേ. അവർ കണ്ടു, അവർ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ മറിയ അവിടെ നിന്ന് കരയുക. അവൾ കാത്തു നിൽക്കുക. അല്ല, ഞാൻ യേശുവിനെ കൊണ്ട് പോകത്തുള്ളൂ. ദൈവമക്കളെ, ഈ മീറ്റിംഗിലായിരിക്കുന്ന ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലും, ഈ ഉപവാസ പ്രാർത്ഥന എങ്ങനെയായാലും എന്റെ മറുപടി കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് കാത്തിരിക്കുന്നവരുണ്ടോ? ഉയർപ്പിന്റെ ശക്തി കാണാൻ പോകുക. യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മറിയ കണ്ടതുപോലെ കാണാൻ പോവുക കേട്ടോ. ചിലരെ ദൈവം പറയുന്നു, ഞാൻ തേജസ് കാണിക്കാൻ പോവുകയാണെന്ന്. തേജസ് കാണിക്കാൻ പോവുക. ശൈല ആൻറ്റി, കർത്താവ് പറയുക, തേജസ് കാണിക്കാൻ പോവാണെന്നേ. നീതാല രഗന കസ്തിന ലുപശാന്തരെ. മറിയ പ്രതീക്ഷിച്ചതുണ്ടല്ലോ, യേശുവിന്റെ ശരീരമാ. അവനെ എവിടെ വെച്ചിരിക്കുന്നത്? നമ്മൾ ഫർദർ മുന്നോട്ട് അത് വായിക്കുമ്പോൾ, ആ അധ്യായത്തെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിനെ കണ്ടിട്ട് അവൻ തോട്ടക്കാരെന്നാ വിചാരിച്ച കേട്ടോ. അവനെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഞാൻ കൊണ്ടുപോയിക്കോളാമെന്നേ. നടക്കുന്ന കാര്യമാണോ? ആ സ്നേഹവും ആ കാത്തിരിപ്പും ഒന്ന് ചിന്തിച്ചു നോക്ക് ദൈവമക്കളെ. ആർത്തിയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ ദൈവമക്കളെ. 3-ാമത്തെ ദിവസമായതേ ഉള്ളൂ. ഇനി ദിവസങ്ങൾ മുന്നോട്ട് കിടക്കുകയാ. ഇനി മുതൽ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും നിർണായകമാ. ലീലാമ ജോസ്, കണ്ണൂർ,
ഓ, ഡിവൈസിലെ അമ്മച്ചിയോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, റീകലഹസ്തീരല ഭാഷ്യ. കർത്താവ് പറയുക, ഉയർപ്പിന്റെ ശക്തി കാണാൻ വേണ്ടി വിളിക്കപ്പെട്ട എന്നെ ദാസിയാ കേട്ടോ. കല്ലറയ്ക്കൽ മറിയ കരഞ്ഞോണ്ട് നിന്ന പോലെ മനുഷ്യന്റെ മുന്നിലല്ല കരയുന്നത്. ഹൃദയത്തിനുള്ളിൽ കരഞ്ഞോണ്ടിരിക്കുന്ന കാര്യം കർത്താവ് കാണുകയാണ്. കർത്താവ് പറയും, ഞാൻ നിന്നെ എൻ്റെ ഉയർപ്പിന്റെ ശക്തി, എന്നെയും കൂടെ കർത്താവ്, എന്നെയും കൂടെ ചോദിക്കുന്ന ചിലരുണ്ട് ഇവിടെ. ഹൃദയങ്ങളെ കർത്താവ് വിവേചിച്ചുകൊണ്ടിരിക്കുക. എന്നെയും കൂടെ ഒന്ന് കാണിക്കണേ, എന്നെയും കൂടെ ഒന്ന് കാണിക്കണേ. കർത്താവ് പറയുന്നു, ഓ റിബല ഭവിഷ്യാരക, ഉയർപ്പിന് ശേഷം കർത്താവ് പലർക്കും പല സമയങ്ങളിൽ വെളിപ്പെട്ടത് കേട്ടോ. പലർക്കും പല സമയങ്ങളിൽ വെളിപ്പെട്ടു. പക്ഷെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നതേ 500 പേർക്ക് ഒന്നിച്ച് കർത്താവ് വെളിപ്പെട്ടെന്നോ വായിച്ചിട്ടുണ്ടോ? യെസ്, പരസ്യമായ ഒരു ദൈവപ്രവൃത്തി. ദൈവമക്കളെ, ഈ കൂട്ടായ്മയെ ദൈവം ഇളക്കാൻ പോവാം. ആത്മാവിലൊന്ന് ചലിപ്പിക്കാം. ഈ കൂട്ടായ്മയിൽ ഉള്ളവരെ എല്ലാവരെയും നിരത്തി അങ്ങ് അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുക. വിശ്വസിക്കാമോ? ആരെയും ദൈവം കൈവിടത്തില്ല. ദൈവം ആരെയും കൈവിടത്തില്ല. ഇതിനെ കൂടെ ഒരു പ്രോമിസും കൂടെ കർത്താവ് ഏൽപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? മൊർദെഖായിയെ ഇന്ന വിധത്തിൽ മാനിക്കണമെന്ന രാജാവ് ഹാമാനോട് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു, നീ പറഞ്ഞതിൽ ഒന്നുപോലും കുറച്ച് കളയലെന്ന. എന്ന് വെച്ചാൽ ഹാമാൻ എന്തൊക്കെ അവന് വേണ്ടി പറഞ്ഞോ അതെല്ലാം മൊർദെഖായിക്ക് വേണ്ടി ചെയ്യണം. ഒന്നുപോലും, ഒരു വാഗ്ദത്തം പോലും, കർത്താവ് പറയുന്നു, ഇതുവരെ നിങ്ങൾ കേട്ട ഒരു വാഗ്ദത്തം പോലും ദൈവം കുറച്ച് കളയത്തില്ല. അല്ല, ഇതുവരെ കിട്ടിയതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ നിനക്ക് പുതിയ അനുഗ്രഹം തരാമെന്ന് പറഞ്ഞ് ബാക്കി പിന്നിലുള്ളതൊന്നും മാറ്റിവെക്കുന്ന ദൈവമല്ല. ഇതുവരെ നടക്കാതെ പോയതായ ചില വിടുതലുകളുണ്ട്, വിടുതൽ കാണാതെ പോയ വിഷയങ്ങളുണ്ട്. കർത്താവ് പറയുക, ഞാൻ അതും കൂടെ ചേർത്താന്നേതായിരുന്നേ. ഹല്ലേലൂയാ, എല്ലാം കൂടെ ചേർത്താ കർത്താവ് തരുന്നേ. ജയശ്രീ പുനലൂർ സിസ്റ്ററെ, കർത്താവെ ഒന്നെങ്കിലും തന്നാ മതി എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളെ ഒന്നെങ്കിലും ഒരടയാളമെങ്കിലും താ, ഒരടയാളമെങ്കിലും താ. ഓ പരിഹസിക്കുന്നവരുടെ നടുക്കായി കിടന്നു നിലവിളിക്കുന്ന കർത്താവ് പറയുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന, നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഓരോ ദിവസം പരോക്ഷമായി ചോദിക്കുന്നവരുടെ മധ്യത്തിലെ ഇതാ എന്റെ ദൈവം എന്ന് കാണിച്ചു കൊടുക്കാൻ പോവുക. കർത്താവ് അടയാളം മാത്രമല്ല കാണിക്കുന്ന, കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി, ചലിപ്പിക്കുന്ന ദൈവശക്തി, അനുഭവങ്ങളെ അനക്കമില്ലാതെ കിടക്കുന്ന വിഷയങ്ങളെ ചലിപ്പിക്കുന്ന, അസ്ഥിയോട് ചേരുന്നവണ്ണം കാറ്റടിപ്പിച്ച് ഭൂമി കുലുക്കി, എവിടെ എത്ര ദൂരെ കിടന്നാലും അസ്ഥി ഏതിനോട് ചെന്ന് ചേരണമോ, വിഷയങ്ങൾ എവിടെ വന്ന് കൂടിച്ചേരണമോ ചേർക്കാൻ പോവാം. ഈ ഉപവാസ പ്രാർത്ഥന മുതൽ ഈ ദിവസങ്ങളിൽ അതിന്റെ ആരംഭമാകട്ടോ. ദൈവം അതിന്റെ ആരംഭം കുടിക്കാൻ പോവാ. ജയശ്രീ സിസ്റ്ററെ, അവസാനം അതിനോട് പ്രവചിക്കാൻ തയ്യാറായിക്കോ. വിഷയങ്ങളോട് കണ്ണ് മുൻപേ അതിന്റെ പൂർണ്ണത എത്തും മുമ്പ് പ്രവചിക്കാൻ, ആത്മാവിൽ പ്രവചിക്കാൻ, പ്രാർത്ഥനയിൽ പ്രവചിക്കാൻ, കൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കോ. കൽപ്പിച്ച് പ്രാർത്ഥിച്ചോ. അധികാരം ഇന്ന് രാത്രികാലം കർത്താവ് തരുന്നു. കൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ. കർത്താവ് ഒരു മുദ്രാമോതിരം ഏൽപ്പിക്കുക. ജയശ്രീസിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു മുദ്രാമോതിരം ഏൽപ്പിക്കുകയാ. എന്തു വേണം ബോധിച്ചത് എഴുതിക്കോ. എന്നാൽ വിവേചിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ ചില കെട്ടുകളഴിയും, ചില ബന്ധനങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറോ. ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിമേലുള്ള ബന്ധനം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് കല്ലുകൾ ഉരുട്ടി വെച്ച് വഴി തടസ്സപ്പെടുത്തുന്ന ബന്ധനമാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ ഉള്ളതിനെ ഉരുട്ടിക്കളയാൻ പോവാ. ദൈവമക്കളെ, ഒരു ഗിൽഗാലിന്റെ അനുഭവം ദൈവം തരാൻ ആഗ്രഹിക്കുക.
ഒരു ഗിൽഗാലിന്റെ അനുഭവമാ ജയശ്രീ സ്ട്രെങ്ത്. ഗിൽഗാൽ വെളിപ്പെടുന്നു. നിന്നെ ഉരുട്ടിക്കളയുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ജൂഡമാന കസ്തുര ജൂഡാലക ശബ്ദരെ അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക കേട്ടോ. ദൈവമക്കളെ, അസാധാരണം എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും കർത്താവിന്റെ നാവിൽ തന്നുകൊണ്ടിരിക്കുക. ബിജോയ് പാശ്രേ ജയൻ കെ ബിജോയ് പാശ്രേ ഓ ജീതാലക ശാന്തരേ ജിബരബ ഓ നീ ദേശത്തിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങി ജീതാല ഹസ്തൂനതെ ഒതുങ്ങിക്കഴിയേണ്ട ചില മേഘങ്ങൾ ഉണ്ടല്ലോ. ശാന്തലേ ഓ ദേശത്തിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങി ചില വിഷയങ്ങളിൽ ഒതുങ്ങിക്കളയുന്ന ദൈവം പറയുന്നു, ഞാൻ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. കർത്താവ് പറയുന്നു, എന്റെ സ്വാതന്ത്ര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാ, എന്റെ സ്വാതന്ത്ര്യം ഏൽപ്പിക്കുകയാ. എന്നാൽ ജൂഡാബാന ശാന്തലേ ജിബബ കർത്താവ് ഒരു വ്യവസ്ഥ വയ്ക്കുകയാ. ദേശത്ത് നല്ല സാക്ഷ്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമത്തോട് ചെയ്യുവാനുള്ള പരിശുദ്ധാത്മ പറയുന്നു, ഒരു വാണിംഗ് തരിക. കാരണം ദാനിയേൽ രാജകൊട്ടാരത്തിന് ഉള്ളിൽ തന്നെയാ. അവൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ചിലരുണ്ട് അവിടെ കൊട്ടാരത്തിനുള്ളിൽ ഇവനെ എങ്ങനെ പിടിക്കണമെന്ന് നോക്കി നടക്കുകയാ കേട്ടോ. കൊട്ടാരത്തിനകത്ത് തന്നെ ഉണ്ട് വിരോധികളാ. ദൂതായിട്ട് ഏറ്റെടുത്തോ ദൂത. കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഉണ്ട് വിരോധികൾ. കൊട്ടാരത്തിനുള്ളിൽ ന്യായപ്രമാണത്തെ ചൊല്ലിയ കേട്ടോ തർക്കം. ന്യായപ്രമാണത്തെ ചൊല്ലിയ തർക്കം. ദിനകശാന്തല സാക്ഷ്യം എപ്പോഴും മുൻഗണനയോടെ സൂക്ഷിച്ചു കൊള്ളുക. ദേശത്തെ ചില വിലക്കുകള് കർത്താവ് പറയുന്നു, ഞാൻ മാറ്റാൻ ശക്തൻ. സ്വാതന്ത്ര്യത്തോടെ ഒരു നൈൽ നദി ഒഴുകുന്നത് പോലെ ദേശത്തിന്റെ ലൈഫ് ലൈനായി ഒഴുകുവാൻ കർത്താവ് നിയോഗിക്കാൻ പോകുകയാ. ദേശത്തെ തോട്ടങ്ങളെ നനയ്ക്കുന്ന ഒരു നദിയായി, ഒരു ഉറവയായി ദൈവം ഒരുക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന സമയം മുൻപിലുണ്ട്. പ്രാർത്ഥിച്ചു കൊള്ളുക. ജൂഡമാനക ശാപ്തനേതികലക സിയാനക. എത്രത്തോളം കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയത്തില്ല ദൈവത്തിന്റെ സമയങ്ങൾ കേട്ടോ. എന്നാൽ ദൈവം പറയുന്നു, എന്റെ സമയം കൃത്യമാത് മാറത്തില്ല. എന്റെ സമയം കൃത്യമാത് മാറത്തില്ല. ജൂഡമാനക സന്തരേ. സങ്കീർത്തനം 105:20 വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 105:20. ആ 20 മാത്രം. രാജാവാളയച്ച് അവനെ വിടുവിച്ചു, ജാതിയുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. രാജാവാളയച്ച് അവനെ വിടുവിച്ച് എപ്പോഴാ? തിരബാലപൗശാരിക പാനപാത്രമാകാൻ കൈയൊഴിഞ്ഞപ്പോഴാ. 2 വർഷം കടന്നുപോയി. ഇവിടെ ദൈവാത്മാവ് ഒരു ദൂത് തന്നെ ജനത്തോട് പറയുകയാ. 2 വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അടഞ്ഞ ഒരു വിഷയം ദൈവം തുറക്കാൻ പോവാ കേട്ടോ. പ്രാർത്ഥിച്ചു. 2 വർഷങ്ങൾ കൊണ്ട് ആൻസർ കിട്ടാതിരിക്കുന്ന ഒരു വിഷയം കർത്താവ് കൃത്യമായി 2 വർഷത്തിന്റെ കാലയളവാ പറയുന്നത്. 2 വർഷങ്ങൾക്ക് അപ്പുറം ഒന്ന് ചിന്തിച്ചോ, ഏത് വിഷയം തടസ്സപ്പെട്ടു പോയത്? ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടേ വിഷയങ്ങൾ അങ്ങ് തണുത്തിരിക്കുക. കർത്താവ് പറയുന്നു, രാജാവ് ആളയച്ച യോസേഫിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, രാജ്യത്തിന്റെ അധിപതി അവനെ സ്വതന്ത്രനാക്കിയ പോലെ സ്വർഗത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കടന്നു വരുന്നു. വിടുതല കേട്ടോ. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ പോകുക. കർത്താവ് പറയുന്നു, രഹസ്യംതലേരിക. തലേ ദിവസം വരെ യോസേഫ് ഒരു കാരാഗ്രഹത്തെ ഒരു ജയിൽ പുള്ളിയായിരുന്നു. എന്നാൽ രാജാവിന്റെ മുന്നിൽ വന്നപ്പോൾ അന്ന് പ്രഭാതം മുതൽ അവൻ ആ ദേശത്തെ അധികാരി. കുറച്ച് നേരം മാത്രം, ആ ദിവസം ഏതാനും മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ദൈവം പറയുന്നു, 2 വർഷത്തിന്റെ കാലാവധിയാ കടന്നു പോയത്. 2 വർഷത്തിന് സമയമാ കടന്നു പോയത്. ഏതാനും
മണിക്കൂറുകൾക്കുള്ളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രീതിയിൽ ദൈവാത്മാവ് ശക്തമായ കാര്യത്തിന് മേൽ ഇടപെടാൻ പോകുക. ദൈവമക്കളെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഓ ജീതാന കന്തലെ ജീബല വൈടക. ആവശ്യമുള്ള സമയത്തേക്ക് ഈ പാനപാത്ര വാഹകൻ വിട്ടുകളഞ്ഞ വിഷയമേ ഉണർത്തിക്കാൻ വേറെ കൊട്ടാരത്തിൽ ആരും ഇല്ലെങ്കിലും ഓർത്തോണം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളപ്പോൾ തക്ക സമയത്ത് ദേശത്തെ പരമാധികാരിയായ ഫറവോനെ തന്നെ ദൈവം തൊട്ടു. കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ദേശത്തെ ചില നിയമങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. ദേശത്തെ വിരോധമായിരിക്കുന്ന നിയമങ്ങളെ ദൈവാത്മാവ് പറയുന്നത് ഞാൻ ശബ്ദരെ ചില വിഷയങ്ങൾ ചിലരുടെ പേപ്പർ വർക്കുകളെല്ലാം സ്റ്റക്കായി കിടക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന വിഷയത്തിൽ കർത്താവ് പറയുക, ഞാൻ ആ നിയമങ്ങളെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് കർശനമായ നിയമങ്ങളെല്ലാം മാറ്റി റീഗാന ഹന്തലേ റേഗാല പരിശുദ്ധാത്മാവ് പറയുക റീഗാല ഹന്തലേ സമുദ്രത്തിന്റെ ഉള്ളിൽ ചില വെള്ളത്തിൽ ബോട്ടുകൾ കടന്നു പോകുമ്പോൾ ചില ബാരിക്കേഡ്സ്, ചില തടസ്സങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ച് ജാനാകാശ ചില ഗേറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടാ അത് കടന്നു പോകാൻ തടസ്സമായി നിൽക്കുന്നതായ ചില അനുഭവം ആത്മാവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുക, പെട്ടെന്ന് ഷട്ടർ അങ്ങ് തുറക്കും കേട്ടോ. ഹസ്തിര അത് മുന്നോട്ട് സ്മൂത്തായിട്ട് പോകും. നമ്മൾ ട്രാഫിക്കിൽ പെടുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഇങ്ങനെ കോല് പോലെ ഇടക്കിങ്ങനെ കയറി വരിക വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ പെട്ടെന്ന് അത് പോകുമ്പോൾ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോകുമല്ലേ. ഈ വാഗ്ദത്തം ഇന്ന് രാത്രി ദൈവം തന്നെ ജനത്തോട് പറഞ്ഞിട്ട് കർത്താവ് പറയുക, തടസ്സത്തെ പൊക്കി അങ്ങോട്ട് മാറ്റുക കേട്ടോ. തടസ്സത്തെ പൊക്കി അങ്ങോട്ട് മാറ്റുകയാ. യേശുവിന്റെ കല്ലറയുടെ മുഖത്തിരുന്ന ആ കല്ലുണ്ടല്ലോ, കർത്താവ് തന്റെ ദൂതനെ, പിതാവ് തന്റെ ദൂതനെ അയച്ച് ഉരുട്ടി മാറ്റിച്ച് അതിന്റെ പുറത്ത് ഇരുന്നു. എന്തിനാ ദൂതൻ എന്റെ പുറത്തിരുന്ന്? ആരും അതിന്റെ പരിസരത്ത് പോലും വടക്കെഴുതാ. ഇനി ആർക്കും തൊടാനുള്ള അനുവാദമില്ല. റോമൻ മുദ്രയെ ഇന്ന് രാത്രി ദൈവം തകർത്തിരിക്കുക. സ്തുതിച്ച് ദൈവത്തെ ആർത്ത് ഘോഷിച്ച് പാട്ട് പാടിക്കും. യഹോശാഫാത്തും കൂട്ടരും യുദ്ധം ജയിക്കുന്ന മുന്നേ സ്തുതിക്കാൻ തുടങ്ങിയത്. സ്തുതിച്ചോ കേട്ടോ. ഈ സെഷൻ മുതൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ബീനാജി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. നമ്മൾ ഓരോ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുവല്ലേ, ആ വിഷയങ്ങൾ ഓരോന്നിനെ ടച്ച് ചെയ്ത് സ്തുതിക്കാൻ തുടങ്ങിക്കോ. മറുപടി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് പറയുന്നു, ചില ചിത്രശലഭങ്ങൾ പോലെ ചില വിഷയങ്ങൾ ഇങ്ങോട്ട് പറന്നെടുക്കുക കേട്ടോ. അടയാളം കാണാൻ പോകുക. ഓ നീ ബാനാകാശാന്തൻ, എനിക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് മെസ്സേജിലേക്ക് അതിന്റെ വചനത്തിലേക്ക് അങ്ങോട്ട് ഡീപ്ലി പോകാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് ദൂതുകളെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവുക. ദൈവാത്മാവിന്റെ ശക്തമായ ചലനം ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമക്കളെ, നീരാബാല ഹന്തരെ നീരാബാല മാനക ശബ്ദലെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ബീനാൻറ്റി അജയ് ആൻറ്റി ആത്മാവിൽ പറക്കാൻ പോകുകയാണെന്ന് മുടാന ഹന്തനെ. ചില ഫ്ലൈറ്റ് യാത്രകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുങ്ങിക്കോ. ഇനിയും ഫ്ലൈറ്റ് യാത്രകളൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. മാത്രമല്ല കർത്താവ് പറയുന്നു, ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ തന്നെ യാത്രാ മധ്യ ദൈവം ചില ദൂതുകളൊക്കെ തന്നിട്ട് ഇത് ശുശ്രൂഷയോടുള്ള ബന്ധത്തില് ദൈവം അയക്കും. ഫ്ലൈറ്റ് കയറി പോകേണ്ട ദൂരത്ത് ദൈവം അയക്കാൻ പോവാണെന്നാ. അതാനകശാന്തലെ ട്രെയിനിൽ പോലും പോകാനുള്ള ദൂരമല്ല, ഫ്ലൈറ്റിൽ പോണം. ദൈവം അയക്കും. പാസ്പോർട്ട് ഉണ്ടോ? ദൈവം അയക്കും കേട്ടോ. ചില ദേശങ്ങൾ കർത്താവ് അയക്കും. ദൈവം എല്ലാ കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് ഒരുക്കി അയക്കുമ്പോഴേ ദൂത് ദൈവം വഴിമധ്യേ തന്ന് ജനത്തെ കൺമുൻപിൽ കാണിച്ചിട്ട് അങ്ങോട്ട് അയക്കുന്നത്. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് ഈ ദൂത് തരുന്നതേ അടുത്ത ദിവസങ്ങളിൽ ചില ശക്തമായ അടയാളങ്ങളൊക്കെ കാണാൻ പോകും. അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു. ശാന്തരെ ഇങ്ങനെ പോയാൽ മീറ്റിംഗ് ഈ മെസ്സേജ് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. വേഗത്തിൽ വചനത്തിലേക്കൊന്നും മടങ്ങി വരട്ടെ. നാരക ശാന്തരേ ചിപല വൈടക. നമ്മള് വേറെ ഒരു വ്യക്തിയെ കാണാം. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ള വാക്ക് ആ വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടില്ല എങ്കിലും
ആ വ്യക്തിയുടെ ആ വ്യക്തിത്വത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കാനുള്ള ആ ഒരു ആർത്തിയാണെന്ന്, കാത്തിരിപ്പാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് 24:9 വാക്യം. പുറപ്പാട് 24:9. അപ്പോൾ ദാസൻ തന്റെ യജമാനനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച്. എക്സോഡസ് ആണ്, പുറപ്പാടാണ് കേട്ടോ. പുറപ്പാട് 24:9. അനന്തരം മോശയും അഹറോനും നാദാബും അബീഹൂമും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരുടെ പേരും കൂടെ കയറി ചെന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊരു സംഭവം കാണുന്നു. ദൈവത്താലുള്ള നിയോഗത്താൽ മോശ പർവ്വതത്തിലേക്ക് കയറി പോവാ ദൈവം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കയറി പോകുന്ന ഒരു കൂട്ടമാണ് കേട്ടോ. മോശ, അഹരോൻ, നാദാബ്, അബീഹു, ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാര്, ഇവരെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ജനത്തിന്റെ പാളയം താഴ്വരയില്ല. ഒന്ന് ആത്മാവിൽ ഒന്ന് ആ ചിത്രം ഒന്ന് കണ്ടേ. പർവ്വതത്തിലേക്ക് ഇവരെ കൂട്ടമായി കടന്നു പോകുന്നു. അല്പം ദൂരം മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. ആമേൻ. അപ്പോൾ ആ സമയത്ത് മോശ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുക. പറഞ്ഞു പോകുക കേട്ടോ, നിങ്ങൾ ഇവിടെ ഇരിക്കുക. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നന്നായി മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവരോട് മോശ പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവരോനും ഹൂരും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് തീർത്തോളൂ. അപ്പോൾ ചിന്തിച്ചോ, ഇവരെവിടെയാ? ഇവർ താഴ്വരയിലല്ല, ജനത്തിന്റെ ഇടയിലല്ല. ഈ അഹരോനും ഹൂരും ഈ മൂപ്പന്മാരും ഒന്നും ജനത്തിന്റെ ഇടയിലല്ല. അവര് പർവ്വതത്തിലേക്ക് കുറച്ചു ദൂരം കയറി അവിടെ വെയിറ്റ് ചെയ്യാ കേട്ടോ. പക്ഷെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതിരാവിലെ മോശ തന്റെ ശുശ്രൂഷക്കാരനായ യോശുവയോട് കൂടെ പിന്നെ മുകളിലോട്ട് പോവാ. ഹല്ലേലൂയ. കുറെ ദൂരം, ഇത് ഇത്രയും വിവരിച്ച് പറയാനുള്ള ഒരു കാരണമുണ്ട്, പറയാം. കുറെ ദൂരം ചെല്ലുമ്പോൾ യോശുവ അവിടെ നിൽക്കുന്നു. മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുകളിലോട്ട് അങ്ങ് കയറി പോവാ. പിന്നെ മേഘം വന്ന് മൂടുക, മേഘത്തിലേക്ക് അങ്ങ് പോകുക. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവസാനം നമ്മൾ ആ വാക്യത്തിന്റെ അവസാനങ്ങളിൽ വരുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് 40 രാവും 40 പകലും മോശ പർവ്വതത്തിൽ തന്നെയാ ഇറങ്ങി വരുന്നില്ല. ഈ കാലയളവിലാണ് താഴെ അകൃത്യം സംഭവിക്കുന്നത്. ഈ കാലയളവിലാണ് അകൃത്യം നടക്കുന്നത്, പാപം നടക്കുന്നത്. എവിടെയാ? പർവ്വതത്തിൽ നിന്ന് അഹരോനും ആ കൂട്ടരും എവിടെ വന്നു? താഴ്വരയിലേക്ക് വന്നു. ജനത്തിന്റെ ഇടയിലേക്ക് അവർ ഇറങ്ങി വന്നു. ദൈവമക്കളെ, ഇതൊരു വാണിംഗ് തരിക ദൈവാത്മാവ് കേട്ടോ. ഞാനിത് പറയണമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ. ദർശനം മങ്ങിപ്പോയിട്ട് ദൈവം ഏൽപ്പിച്ചതായ സ്ഥാനത്തെ വിട്ട് താഴെ ഇറങ്ങുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ദൈവമക്കളെ സൂക്ഷിച്ചു കൊള്ളുക. പിശാച് പ്രവർത്തിക്കുന്ന രീതി, അഹരോനും ഹൂരും മൂപ്പന്മാരും നിൽക്കേണ്ട സ്ഥാനത്തല്ല നിന്നത്. അത് താഴെ വന്നത് കൊണ്ട് ജനത്തിന്റെ കോലാഹല നിമിത്തം, അവരുടെ ബഹളം നിമിത്തം, അവരുടെ വാക്ക് കേട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കേണ്ടി വന്നു. കർത്താവിന്റെ അഭിഷക്തരെ വളരെ പ്രാർത്ഥനയോടെ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളൊക്കെ സാധാരണ വിശ്വാസികളാണെന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങളെയും ദൈവം നാളെ ഇറക്കാൻ പോവുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളിൽ പലരെയും ദൈവം ഇറക്കും. അപ്പം ദൈവം ഏൽപ്പിച്ച പൊസിഷൻ സൂക്ഷിച്ചോണം കേട്ടോ. ദൈവം ഏൽപ്പിച്ചതായ സ്ഥാനം മറന്നു പോകരുത്. മെജോറിറ്റി ആൾക്കാരുടെ ശബ്ദത്തിന് വഴങ്ങി കൊടുക്കരുത്. നീതിക്ക് വേണ്ടി നിന്നോണം. ഇതൊരു മുന്നറിയിപ്പാ. സ്പഷ്ടമായിട്ട് പരിശുദ്ധാത്മാവ് പറയുക, നീതിക്ക് വേണ്ടി ഉറച്ചു നിന്നോണം. സാധാരണ വിശ്വാസിയാ, ഞങ്ങൾ എന്താ ചെയ്യാനാന്ന് പറഞ്ഞ് നിക്കല്ല് കേട്ടോ. ഹല്ലേലൂയ.
ഇവിടെ നിന്ന് നമുക്ക് യോശുവയിലേക്ക് ഒന്ന് മടങ്ങി വന്നാലോ? യോശുവയുടെ അവസ്ഥ ഇത്രയും തെളിച്ചു പറഞ്ഞ കാരണം പറയാം. അപ്പോഴും താഴെ ഈ ബഹളം നടക്കുമ്പോഴും യോശുവ പർവ്വതത്തിന് ഒരു പരിധിയിൽ ദൈവം അവന് നിർത്തിയ ഒരു പൊസിഷൻ ഉണ്ട്, അവിടെയാ. അവൻ ഇറങ്ങി വരുന്നില്ല. അതിന്റെ അടയാളമാണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആദ്യം കാണുന്ന യോശുവയെയാ, അഹരോനെ അല്ല. ഹല്ലേലൂയാ. ഓ റബല ചുടമന. അവൻ കാത്തിരിക്കുക. എത്ര നാളാ കാത്തിരുന്ന മോശ വരുന്നവരെയും? എത്ര നാളാ മോശ പർവ്വതത്തിലിരുന്ന? 40 രാവും 40 പകലും. ദൈവമക്കളെ കാത്തിരിക്കുന്നുണ്ടോ? ദൈവശബ്ദം ഇപ്പൊ ഈ യോശുവയ്ക്ക് അറിയാം, മോശ മുകളിലോട്ട് പോയത് ദൈവം കൽപ്പിച്ചിട്ടാ, ദൈവത്തിങ്കിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ടാ തിരിച്ചു വരുന്നത്. അതെനിക്ക് വേണം. അവൻ മോശയോട് ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല, പക്ഷെ കാത്തിരുന്നു. കർത്താവിന്റെ യഹോവയുടെ അഭിഷക്തൻ ഇറങ്ങി വന്നപ്പോൾ ആദ്യം കാണുന്ന യോശുവയ. ബഹളം കേട്ടപ്പോൾ യോശുവയ അവിടെ സംസാരിക്കുന്നത്. ഈ കാലയളവിൽ അവൻ ഒറ്റപ്പെട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. 40 രാവും 40 പകലും ഒറ്റയ്ക്ക് നിന്ന ഒരു അഭിഷക്തൻ. ദൈവമക്കളെ, ഈ കാത്തിരിപ്പ് വെറുതെ അല്ല. ദൈവത്തിങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ പോവാ. യോശുവ എന്താ പ്രാപിച്ച്? അടുത്ത ജഡ്ജാകാൻ, അടുത്ത ലീഡറാകാനുള്ള ആ അധികാരം. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം തന്നെ 33-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആ പുസ്തകത്തിൽ തന്നെ എക്സോഡസ് 33-ന്റെ 11-ാമത്തെ വാക്യം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ഹല്ലേലൂയാ. മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുന്നത് എപ്പോഴും യോശുവ കണ്ടോണ്ടിരിക്കുക. എനിക്കാ ഒരു പ്രാഗൽഭ്യമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ല. ശുശ്രൂഷക്കാരനാ, മോശയുടെ അടുത്ത ശുശ്രൂഷക്കാരനാ. മാറി നിന്നില്ല. ദൈവമക്കളെ, ഏൽപ്പിക്കപ്പെട്ടതായ കൃപ ചെറുതാണെന്ന് പറഞ്ഞ്, ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം ചെറുതാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് കേട്ടോ. ഒരു വിളി വരുന്നുണ്ട്. മോശ ദൈവത്തോട് സംസാരിച്ച് കൂടാരം വിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, തന്റെ കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ യോശുവ എന്ത് ചെയ്തു? മോശ അവിടെ ഇല്ല, പക്ഷെ അവൻ കൂടാരം വിടാതെ അവിടെ നിന്നു. ഈ ഒരു ആർത്തി ഉണ്ടോ ദൈവമക്കളെ? ഈ ഒരു ആർത്തി ഉണ്ടോ? കർത്താവ് അത് മാനിക്കും. അടുത്ത ലീഡറാക്കും നിന്നെ. നീ ചോദിച്ചില്ലേലും പിടിച്ചെടുക്കും കേട്ടോ. ചീട്ടി വീടാൻ പോവാ. നീരാബാല ചിലരെ ദൈവാത്മാവ് ശക്തമായ ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ പോവാ കേട്ടോ. ഒരു കൂട്ടം ജനത്തെ നയിക്കുവാനുള്ള, ഒരു കൂട്ടം ജനത്തെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള ഒരു വിളി വരുന്നുണ്ട്. സോഫിയ സെബാസ്റ്റ്യൻ ആന്റി, കർത്താവ് പറയുന്നത് ചിലരോട് ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് സംസാരിക്കുവാൻ, ചില ഹൃദയങ്ങളോട് ഇടപെടാൻ പോവുകയാ കേട്ടോ. ദിരാബന ജഗ നഗസിയാന. ആയിരിക്കുന്ന പൊസിഷൻ, ആയിരിക്കുന്ന പ്രൊഫഷൻ എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് പറയുന്നു ചിലരെ ചൂണ്ടയിട്ട് പിടിക്കാൻ, മനുഷ്യരെ പിടിക്കുവാൻ ദൈവം ഒരു ചൂണ്ടയായി എടുത്ത് ഉപയോഗിക്കാൻ പോവുക. ധീരവാൽ അവയുടെ കാരികം തരുന്ന വായ വിസ്ഥാനത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ. ജൂഡാമാന കംസുരാല ബൗഡി റഖാനിയാദ. അജയ് എന്ന ഡിവൈൻസ്ലി അങ്കിൾ, വലിയൊരു വിളിയാ കേട്ടോ കർത്താവ് പറഞ്ഞത്. കർത്താവ് പറയുന്നു യോശുവ കൂടാരത്ത് വിടാതെ നിന്നതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്നാൽ മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. യോശുവയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ മോശയ്ക്ക് ശേഷം യോശുവയോട് ദൈവം നേരിട്ട് ഇടപെടാൻ തുടങ്ങി. ദൈവം നേരിട്ട് സംസാരിക്കാൻ പോവുക. ദൂത ദൈവം നേരിട്ട് സംസാരിക്കാൻ പോവുകയാ. ജനത്തോട് പറയേണ്ട കാര്യങ്ങൾ ദൈവം നേരിട്ട് നാവിൽ തരും. നീരാവാനം മാറി നിൽക്കേണ്ട കാലം കഴിഞ്ഞു. മാറി നിന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ.
ചിലരെ ശ്രീകാലാജുണ്ടമനകാശ്രീയം തിരി വരും കാലങ്ങളിൽ ചിലരെ ഓർഡിനേഷൻ ചെയ്യാൻ പോലും ദൈവം കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കും കേട്ടോ. കർത്താവ് ഇത് പറയുക, ശക്തമായ ദൂത ദൈവാത്മാവ് ഇന്ന് രാത്രികാലം തരിക. അതിനൊരു ടൈമുണ്ട്. കർത്താവ് പറയുന്നു, കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ശക്തി പുതുക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക കേട്ടോ. ഈ വിഷയങ്ങളൊക്കെ വാഗ്ദത്തമായ ജീവിതത്തിന്റെ മേലും ചീട്ടിടുന്ന പോലെ വരും. ഓരോരോ അടയാള സമേതം ചീട്ടിടുന്നത് പോലെ മാറി നിൽക്കാൻ കഴിയത്തില്ല എന്ന രീതിയിൽ ചീട്ട് വീടാൻ പോവുകയാണ്. എഴുന്നേൽക്കാൻ കർത്താവ് പറയുക, എഴുന്നേൽക്ക, ഈ ജനത്തോട് അക്കരെ പോകാൻ പറ, യോർദാൻ കടക്കാൻ പറ. യോശുവയോടാ ദൈവം പറഞ്ഞത്. ഈ ഒരു വിളി കേൾക്കാൻ പോവാ കേട്ടോ. ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഉള്ള വിളി ദൈവാത്മാവ് കർത്താവിന്റെ ദാസിനെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് കർത്താവിൽ ചെയ്യുന്നു. ജീതാല റഖാനി അന്തര ചൂടമന കസിയ. കർത്താവിന്റെ കൂടാരത്തിനോട് അടുത്തിരിക്കുന്നവര്, കർത്താവിന്റെ കൂടാരം വിട്ടുമാറാൻ മനസ്സില്ലാതെ ഇരിക്കുന്നവരോടാണ് കർത്താവ് ചാഞ്ഞ് വന്ന് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തന്റെ ജനത്തോട് കാതലായ ചില ദൂതുകൾ ദൈവത്തിന്റെ ആലോചന ഇന്നതെന്ന് ചിലരോട് അറിയിക്കുവാൻ തക്കവണ്ണം ഇതുവരെയും പ്രവചിച്ചിട്ടില്ലാത്ത ചില ദൈവമക്കളെ ആ ദൈവം ഉണ്ടായിട്ട് പിടിക്കാൻ പോവാ. അവിടെ നാവിനെ ഏലിയാമ എന്ന ഡിവൈസിലെ ആൻറ്റി നാവിനെ ദൈവസന്നിധി വിട്ടുകൊടുക്കുക കേട്ടോ. അഭിഷേകമുള്ള ദൂതുകൾ ദൈവാത്മാവ് നാവിൽ തരും. ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിരിക്കുകയാ. എനിക്ക് പ്രാഗൽഭ്യമില്ല എന്ന് ചിന്തിക്കല്ലേ കേട്ടോ. ദൈവം തക്ക സമയത്ത് നാവിനെ തുറക്കുന്ന തക്ക സമയത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. അസാധ്യമെന്ന് ചിന്തിക്കരുത് കേട്ടോ. മിനി വിൻസെന്റ് എന്ന ഡിവൈസിലെ സിസ്റ്ററെ പാത്രത്തിൽ സുഗന്ധ പരിമള തൈലമുണ്ട് എന്നാൽ ധൂപാരമൗഢകാരികം തുറക്കുവാനുള്ള വിലക്ക് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി മുതൽ നീ അത് തുറക്കണം. ഇന്ന് രാത്രി അത് തുറക്കും. അതിന്റെ സുഗന്ധം ഒന്ന് പരക്കും. വെളിപ്പാട് തരാൻ പോവാ കേട്ടോ. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്, എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ആത്മാവിൽ കാണിച്ചു തരും. എസെക്കിയേലിനെ മുടുക്കി പിടിച്ച് ഉയർത്തിയതുപോലെ ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവശക്തി വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിച്ചോ. വരും ദിവസങ്ങൾ തന്നെ കൃപ വെളിപ്പെടും. കൃപ ജ്വലിക്കാൻ പോകുക. ദൈവമക്കളെ, സമയം മുൻപോട്ട് പോകുന്നു. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ 40-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാവ് 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. ഈ വചനത്തിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ കഴുകന്റെ പ്രത്യേകത അറിയാമല്ലോ. ഇവിടെ കഴുകൻ എന്ന് പറയുമ്പോൾ ഈഗിളാണ് കേട്ടോ. നമ്മൾ സാധാരണ പരുന്തെന്നൊക്കെ ഉദ്ദേശിക്കുന്ന പക്ഷിയാണ് ഈഗിൾ. ഏറ്റവും മുകളിൽ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും മുകളിൽ പറക്കുന്ന പരുന്ത് പോലെ ഈഗിൾ. സാധാരണ മലയാളത്തിൽ വൾച്ചറാണ് കഴുകൻ, അറകന. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈഗിളാണ്. അൽബാരാബാശാന്തരേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തി ചോർന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? പുതുക്കലിന്റെ സമയമാ. ഈ ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ. കഴുകൻ തന്റെ ചിറകുകൾ കൊഴിഞ്ഞ് ഒരു പ്രായമാകുമ്പോൾ അതിന്റെ ചിറക് കൊഴിഞ്ഞിട്ട് അത് കാത്തിരിക്കുന്ന ഒരു മോൾട്ടിങ് പ്രോസസ് എന്ന് പറയും. കാത്തിരിക്കുന്ന ഒരു ഉയരത്തിൽ എവിടെയെങ്കിലും ചെന്ന് ഒതുങ്ങി കൂടിയിരിക്കും. പക്ഷെ അതിനറിയാം, പ്രായം എത്രയായാലും ചിറക് പോയി തൂവൽ പറഞ്ഞു പോയാലും രണ്ടാമത് കിളുത്തു വരും കേട്ടോ. ദൈവമക്കളെ, ശുശ്രൂഷാകാലത്തിന്റെ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യത്തിന്റെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് നടന്ന ഒരു കാലത്തിന്റെ ആദ്യഘട്ടം അതിന് തീർന്നു പോയി. യൗവനകാലത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട പോലെ ഇപ്പോഴൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് കരയുന്നവരെ, ശക്തിയെ പുതുക്കാനുള്ള സമയമായത്. പുതിയ വർഷത്തിലുണ്ടല്ലോ, കഴുകനെ പോലെ ചിറകടിച്ച് കയറാൻ പോവാണെന്നേ.
ഈ ദൂത് നിങ്ങൾ നേരത്തെ കേട്ട് കാണും. പക്ഷെ ഇത് രാത്രികാലം റിപ്പീറ്റ് ആക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ വർഷം പോകാൻ അധികം ദിവസവും ഇല്ല. ഇനി എത്ര ദിവസമുണ്ട്? എണ്ണപ്പെട്ട ദിവസമാണോ? പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഡിസംബർ 31 കഴിയട്ടെ, ജനുവരിയിൽ കർത്താവ് പറയുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ശക്തി എങ്ങനെയാ പുതുക്കുന്നതെന്ന്. തീരാബാലവുണ്ടാകാരക കഴുകന്റെ തൂവലുകൾ കൊഴിയുന്നതും പുതിയത് വരുന്നതും പ്രകൃതിയുടെ നിയമമാ. അത് പ്രകൃതിയാ. ധീരബാല ജുഡമാന ഹന്തലഗസ്തിയരക ചില പഴകിയ അനുഭവങ്ങളെല്ലാം വിട്ടുമാറാൻ പോകുകയാണെന്ന്. കാത്തിരുന്നു. ഉപവാസ പ്രാർത്ഥന തീരും മുമ്പ് ശക്തി പുതുക്കി ദൈവമക്കൾ എനിക്ക് അടക്കി വയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ശക്തമായ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുന്നത് ബീനാജി കേൾക്കാൻ പോവാ. ഹല്ലേലൂയാ. ദൈവമക്കളെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. ചിലരോടൊന്നും വ്യക്തിപരമായി ദൂത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത് കേട്ടോ. ഈ ദൂത് നിങ്ങൾക്കുള്ളതാ, ഇത് എല്ലാവർക്കും ഉള്ളതുണ്ടാ. നീരാബാല ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തി വരുത്തുന്ന ദൈവമാ. മഴ പെയ്യുമ്പോൾ ചില ഇടങ്ങളിൽ മാത്രമാണോ പെയ്യുന്നത്? ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ഇന്ന വ്യക്തികളുടെ മേഞ്ഞ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ് മഴ മാറിയിരിക്കുവോ? ഇല്ല. സകലർക്കും വേണ്ടിയുള്ള ദൂതാ കേട്ടോ. പരിശുദ്ധാത്മാവ് പക്ഷഭേദം കാണിക്കത്തില്ല, മുഖപക്ഷം കാണിക്കത്തില്ല കേട്ടോ. ദൈവാത്മാവ് മുഖപക്ഷം കാണിക്കത്തില്ലെന്നേ. ജീതാര ഹഷ റഗനേ അസാധ്യമെന്ന് ചിന്തിച്ച് മാറ്റിവെച്ചിരിക്കുന്ന കർത്താവ് പറയുന്ന ചില കൃപകളും ചില കാര്യങ്ങളും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കുള്ളതാണോ എന്ന് സംശയത്തോടെ ചോദിക്കുന്നവരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാ, കൃപ തന്നത് ആരാ? കൃപ വാഗ്ദത്തം ചെയ്തത് ആരാ? മോശയോട് ദൈവം ചോദിച്ച ചോദ്യം ഇവിടെ ഉയരുകയാ. എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല കർത്താവേ. എത്ര പ്രാവശ്യമാ പറഞ്ഞേ അല്ലേ? സാരമില്ല, അഹരോനെ അയച്ചോളാനേ. തിരബല വൈഡക രാജ ദീപാ ഹന്തലാരികസ്യ കർത്താവിന് കോപം ജ്വലിച്ചതുപോലെ ദൈവമക്കളെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. വാ തുറക്കാൻ കർത്താവ് പറഞ്ഞ വാ തുറന്നോണം കേട്ടോ. കഴിവല്ല ദൈവം നോക്കുന്നത്, നീ അവൈലബിൾ ആണോ? നീ ദൈവ പൈതലെ, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തയ്യാറാണോ? ഒരുക്കമാ ദൈവം നോക്കുന്നത്, കഴിവല്ല. മേരി ബെന്നിയുടെ ഡിവൈസിലെ കൈ ഉയർത്തിയിരിക്കുന്ന ആന്റിയോടെ അവർ രണ്ടുപേരുണ്ട്. അവർ ദൈവാത്മാവ് പറയുക പൗനത്തിന്റെ പേരുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് തീയായിട്ട് ഇറങ്ങിയ കേട്ടോ. നീ രണ്ടുപേരാണ് പരിശുദ്ധാത്മാവ് പറയാ, നാവനെ വിട്ടുകൊടുക്കണം കേട്ടോ. വിട്ടുകൊടുക്കണം. നിങ്ങൾ അറിയാത്ത ഭാഷ സംസാരിക്കാൻ പോകും. അറിയാത്ത ഭാഷ ഗ്രഹിച്ചിട്ടില്ല, അന്യഭാഷ. സാധാരണ അന്യഭാഷ പറയുന്നത് പോലെയല്ല, അറിയാത്തതായ കാര്യങ്ങൾ, ഗൂഢമായ മർമ്മങ്ങൾ സംസാരിക്കാൻ പോവുകയാണെന്ന്. പീതലാഭംശധാര വീണാഞ്ചോട് പിന്നെയും പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. അതെ, അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്ന വരമേ പെട്ടെന്ന് ഏറ്റെടുത്തോണം കേട്ടോ. നീരാബാല ബൗണ്ടകനക ആവശ്യമായി വരും. യാത്രകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്നത് ഏറ്റെടുത്തോണം കേട്ടോ. നിരബാല വൈഡകരകനക സംസര കർത്താവ് പറയുന്നു, സംസാരിക്കുവാൻ അറിയാത്ത ഭാഷകളിൽ ദൈവദാസിന് സംസാരിക്കാൻ പോവുകയാ. ഇതുവരെയും അറിയാത്ത ചില ഭാഷകൾ പഠിക്കേണ്ട, ആത്മാവിൽ പഠിപ്പിച്ചോളൂ. കർത്താവ് തന്നെ പഠിപ്പിച്ച് അതിനെ തർജ്ജിമ ചെയ്ത് പറയാനുള്ള കൃപ വെളിപ്പെടുകയാ കേട്ടോ. അസാധാരണമായ ദൈവകൃപ, അസാധാരണമായി വെളിപ്പാട്. കണ്ണ് തുറന്ന് വെളിപ്പാട് കണ്ടിട്ടുണ്ടോ? ഇനി കാണും. കണ്ണ് തുറന്ന് ജനത്തിന്റെ ഹൃദയത്തിനകത്ത് എക്സ്റേ എടുക്കുന്നത് പോലെ, അൾട്രാസൗണ്ട് എടുക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇനി കാണും. ഇതൊക്കെ ദൈവദാസയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആകട്ടോ. വിരളമായി ചിലർക്ക് മാത്രം ലഭ്യമായ ഈ കാലയളവിൽ ചിലർക്ക് മാത്രം ആ കൃപ വെളിപ്പെട്ട് വരുന്നത് നമ്മൾ കാണുന്നു. കർത്തൃദാസിക്ക് ദൈവം അത് തരികയാകട്ടോ. അന്തല ചൂടമാന യെസ് നുമാനക ശബ്ദലെ ഘടക രികല നികന ജഗലഗതിനക ശബ്ദരെ ഷോം എന്ന ഡിവൈസിലെ ബ്രദർ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഷോം എന്ന ഡിവൈസിലെ ബ്രദർ ദൈവാത്മാവ് പറയുന്നു, മോശയുടെ വടി ആ
മന്ത്രവാദികളെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. നീരാമ ശാന്തലിക, പ്രതികൂലങ്ങളെ വിഴുങ്ങിക്കളയുന്ന ആത്മശക്തി ദൈവം വെളിപ്പെടുത്തും. ആത്മശക്തി ദൈവം പകരുന്നു. വിശ്വസിക്കുക. പ്രതികൂലങ്ങളെ വിഴുങ്ങിക്കളയുന്ന ഇനി പ്രതികൂലം ഉദ്ദേശിക്കുന്ന പ്രതികൂലമല്ല. ഇന്ന് നീ കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ ദൈവത്താൽ സംഭവിക്കുക കേട്ടോ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്താൽ സംഭവിക്കുക. പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ തന്നെ ദൈവ മക്കളെ ശക്തമായിട്ടുള്ള ദൈവപ്രവൃത്തി എനിക്ക് തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് കുത്തൊഴുക്ക് പോലെ, ഒരു നദി പോലെ അങ്ങോട്ട് ഒഴുകുക ദൈവപ്രവൃത്തിക്ക് വേണ്ടി. ബീനാന്റിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? സമയം 9 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത്, അതോ നേരത്തെ നിർത്തണമോ? 9. റിക്കാല ചൂണ്ടാമാന. താങ്ക് യു. നൂരാബാല ഭവിഷ്യധാരിക സാന്തരെ. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമല്ലോ. ഞാൻ എടുത്ത് ചോദിച്ചത് അതാണ്. ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്താൻ പോവാ കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബാക്കി നേരിട്ട് സംസാരിച്ചു കൊള്ളാം. ഇനിയും അഭിഷക്തന്മാരുണ്ടല്ലോ, ദൈവത്തിന്റെ ദൂതകൾ വെളിപ്പെട്ട് വന്നുകൊള്ളൂ. റാബാല ചൂടാന സിഖനദീര. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഉദാനക ശാന്തലെ ചൂടബാന. കർത്താവ്, ഇതെല്ലാം നമ്മൾ വാക്യങ്ങള് ഓരോന്നോരോന്നായി അടയാളങ്ങൾ സമേതം, ഉദാഹരണങ്ങൾ സമേതം. ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇനി ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഏലിയാവിന്റെ കാത്തിരിപ്പൊന്ന് നോക്കാം. പാർമേലിന്റെ മുകളില് മഴ പെയ്യുന്ന വിളംബരം ചെയ്ത മനുഷ്യനാ പറയാ മഴ പെയ്യാൻ പോവാന്ന്. ആഹാബിനെ മുന്നോട്ട് പറഞ്ഞു വിട്ടു. ആഹാബിനെ പറഞ്ഞു വിട്ടു മഴ പെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു അടയാളം പോലും കാണുന്നില്ല. ആഹാബ് രഥം പൂട്ടിപ്പോയി. കർത്താവെ, ഞാൻ പറഞ്ഞു പോയല്ലോ, എവിടെ അടയാളം? ദൈവത്തോട് പരാതി പറഞ്ഞില്ല, ചോദിച്ചില്ല. ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി. എത്ര പ്രാവശ്യമാ ബാല്യക്കാരനെ അയച്ചത്? 7 പ്രാവശ്യം. നമ്മളാണെങ്കിൽ ആ സ്ഥാനത്ത് കർത്താവ് പറയുക, നമ്മളാണെങ്കിൽ, നീ ആണെങ്കിൽ എന്ത് ചെയ്യൂന്ന് ചോദിക്കുക. നീ ധാരാകം. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, അല്ല 3 പ്രാവശ്യമായി. മതി കർത്താവേ, എന്നെ കള്ളനാക്കിയല്ലേ? എന്നെ കള്ളിയാക്കിയല്ല, ഞാൻ പറഞ്ഞതല്ല, നിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ. ഇപ്പൊ എവിടെ നിന്റെ അടയാളം? ചോദിച്ചിട്ടില്ല. ഇവിടെ കർത്താവിനോട് പറയുന്ന ചിലർ നേരിട്ട് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എവിടെ അടയാളം? ഞാൻ സാക്ഷ്യം പറഞ്ഞു, പക്ഷെ വിടുതൽ എവിടെ? ഞാൻ സാക്ഷ്യം വരെ പറഞ്ഞതാ, അടയാളം എവിടെ? നിരബലഭശരക. 7-ാം പ്രാവശ്യം മനുഷ്യന്റെ കൈ പോലെയുള്ള മേഘം കാത്തിരുന്നു. ഏലിയാവ് കാത്തിരുന്നു. പറഞ്ഞതാ, അത് സംഭവിച്ചിരിക്കും. കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞതാ. ഞാൻ പറയാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ ദൈവഭക്തനാ. അങ്ങനെ സംഭവിച്ചെങ്കിൽ ആ ദൈവഭൃത്യന് വേണ്ടി ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുത്ത ദൈവഭക്തന് വേണ്ടി സ്വർഗം ഇറങ്ങി വരാതിരിക്കൂ? കർത്താവ് പറയുക, എനിക്ക് വേണ്ടി എന്റെ ജനം ചുമന്നതും ദൈവജനത്തിന്റെ ഇടയിൽ നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്തതോ, തന്നെത്താൻ നിന്ന് പിശാചിനെ വെല്ലുവിളിച്ചത് ഞാൻ അറിയാം. ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ അവരിലേക്ക് ചാഞ്ഞു വരിക. ഒറ്റ വാക്യം കൂടെ വായിച്ചെന്നെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 49:23 വാക്യം ക്ലോസ് ചെയ്യാൻ പോവുക. ദൈവം പറയുന്ന ഒരു കാര്യം ഞാൻ തന്നെ വായിക്കാം, ഞാൻ തന്നെ പറഞ്ഞു പൊക്കോളാം. ഞാൻ യഹോവയെന്നും എനിക്കായി അതിന് അവസാനത്തെ ഭാഗമാണ്. ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ മുന്നിൽ തരുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുക, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോകയില്ല എന്നും നീ അറിയും. ദൈവമക്കളെ, നമ്മൾ അറിയാൻ പോവുക. കർത്താവിന് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നിട്ട് വെറുതെ അല്ലെന്ന് നമ്മൾ അറിയാൻ പോവാ. ആമേൻ, ആമേൻ. വിടുതൽ ആരംഭിച്ചിരിക്കുക ദൈവമക്കളെ. ദൈവത്തെ സ്തുതിച്ച് കാത്തിരുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ബീരാൻജിയെയും ഇത്ര നേരം ക്ഷമയോടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും
കർത്താവിന്റെ നാമത്തിൽ തന്നെ നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.